അല്ല, നീ എന്താടി പുറത്തു വന്നിട്ട് മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അമ്മ പണിയൊക്കെ കഴിഞ്ഞപ്പോ കുറച്ച് റീൽസ് നോക്കിയിരുന്നതാ. അവളുടെ ഒരു റീൽസ്. എടി, നിന്റെ ഭർത്താവ് ഗൾഫിലാണ്. ഇനി നാട്ടുകാർ ഇത് കണ്ടിട്ട് വേണം പെണ്ണ് ഏത് നേരം ഫോണിലാണ് വേണ്ടിട്ട് അതും ഇതും പറഞ്ഞുണ്ടാക്കാനായിട്ട്. കേറി പോടിയകത്ത്. അല്ല, ഇതിട്ട് നീ എങ്ങോട്ട് പോവാൻ നിക്കുക? ഇന്ന് ലക്ഷ്മിന്റെ എൻഗേജ്മെന്റ് അല്ലേ, ഞാൻ അങ്ങോട്ട് പോവാൻ നിക്കുക. അത് നീ പട്ടുസാരി കെട്ടി പോണെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. നീ സാധാ ചുരിദാർ ഇട്ട് പോയാൽ മതി. അതെല്ലാം പഴയതമ്മ. ഇന്നലെ ഒരു സാരിയിലാ വരുന്നത്. നീ അവന്റെ ഇവന്റെ കാര്യം നോക്കണ്ട. ഭർത്താക്കന്മാര് പുറത്താണെങ്കിലേ ഭാര്യമാര് അതിനനുസരിച്ച് നടക്കണം. അല്ലെങ്കിൽ നാട്ടുകാർക്ക് പറഞ്ഞു നടക്കാൻ ഒരുപാട് കഥകൾ ഉണ്ടാകും. നാട്ടുകാരനെ അത്രയ്ക്ക് പേടിയാണെങ്കിലേ ഏട്ടനോട് പ്രവാസം നിർത്തി ഇവിടെ വന്ന് സെറ്റ് ആകാൻ പറയാമേ. മടുത്തു. ഭർത്താവ് ഗൾഫിലാണ് കൊണ്ട് ഒരു നല്ല ഡ്രസ്സ് ഇടാൻ പറ്റില്ല, പെർഫ്യൂം അടിക്കാൻ പറ്റില്ല, ഒരാളുടെ അടുത്ത് പോലും സംസാരിക്കാൻ പറ്റില്ല, ഫോണ് പോലും നോക്കാൻ പറ്റില്ല. എന്താ അമ്മ അത്? മോളെ, ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയാ പറയുന്നത്. ഈ പട്ടാളക്കാരനെയും പ്രവാസികളുടെയും ഭാര്യമാരിനെ കുറിച്ച് കഥ ഉണ്ടാക്കാനേ നാട്ടുകാർക്ക് നല്ല ഇൻട്രസ്റ്റാ. പ്രവാസികളുടെ കഷ്ടപ്പാട് മാത്രമേ എല്ലാവർക്കും അറിയുള്ളൂ. അതിനേക്കാൾ 100 ഇരട്ടി ഓരോ പ്രവാസികളുടെ ഭാര്യമാരും നാട്ടിൽ കിടന്ന് അനുഭവിക്കുന്നുണ്ട്.